ഫെവിക്കോൾ വെച്ചിട്ടുള്ള ട്രിക്കാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ മെഹന്തി ആർട്ടിസ്റ്റൊക്കെ മിക്കതും സ്വന്തം കയ്യിലായിരിക്കും പ്രാക്ടീസിങ്. അപ്പോൾ പഴയ ഡിസൈനൊക്കെ മായാണ്ട് കയ്യിൽ കിടന്നു കഴിഞ്ഞാൽ പുതിയ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് പറ്റിയൊരു ട്രിക്കാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഈ ഒരു ട്രിക്ക് ഞാൻ 2-3 വീഡിയോസിലൊക്കെ കണ്ടു. പക്ഷെ എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ കൈൻ്റെ ഉള്ളിലൊക്കെ ഫെവിക്കോളാക്കി ഞാൻ കുറച്ച് നേരം ഡ്രൈ ആക്കാൻ വെച്ചു. പക്ഷെ ആവാണ്ടിരുന്നപ്പോൾ ഞാൻ നമ്മുടെ ഹെയർ ഡ്രയറൊക്കെ എടുത്തിട്ട് ഡ്രൈ ആക്കി. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ പ്രാക്ടീസ് കോൺ വെച്ചിട്ടാണ് കേട്ടോ അറബിക് ഡിസൈൻ ചെറുതായി ചെയ്ത് കൊടുത്തു. പിന്നെ വിരലിലേക്കൊന്നും ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് വരച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ അറബിക് ഡിസൈൻ. അത് കഴിഞ്ഞ് ഒരറ്റത്തുനിന്ന് തന്നെ ഞാൻ പറിക്കാൻ തുടങ്ങി. തീരെ ക്ഷമയില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഡ്രൈ ആവണ മുമ്പേ ഞാൻ പറിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഇങ്ങനെ വരണേന്ന് അറിയില്ല. കാരണം ഡിസൈനിന് ചുറ്റുമുള്ള പശയൊക്കെ പൊളിഞ്ഞു പോകുന്നു. അത് മാത്രം വരുന്നില്ല. ലാസ്റ്റ് പിന്നെ ടിഷ്യൂ ഒക്കെ വെച്ച് ആകെ അലമ്പാക്കി തേച്ചൊരച്ചൊരുമാതിരി കയ്യാക്കി. പിന്നെ തോന്നിപ്പോയി കഴുകാമെന്ന്. കഴുകി കഴിഞ്ഞാൽ വഴുക്കലുണ്ടാവും വിചാരിച്ചിട്ടാണ് കഴുകാണ്ടിരുന്നത്. പക്ഷേ പിന്നെ കഴുകിയപ്പോൾ ദേ ഇങ്ങനെയാണ്. ചെറിയൊരു പാടുണ്ടെന്നല്ലാണ്ട് വേറൊരു പ്രശ്നവുമില്ല. ഇത് ആക്ച്വലി വല്ലപ്പോഴും ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ എന്നും പറ്റില്ല. സ്കിൻ അലർജി എന്തെങ്കിലും വരും.